ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത് ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ചിക്കൻ ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട്. ടൊമാറ്റോ, ഓണിയൻ, പിന്നെ ഇത് നമുക്ക് ഇതിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതും നമുക്കൊന്ന് മിക്സിയിലിട്ട് കണ്ട് കറക്കിയെടുക്കണം. അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ടത് കാണാം. നമുക്ക് ഇത് മിക്സിക്ക് പൊട്ടിച്ചിടാട്ടോ ഗൈസ്. അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാട്ടോ. നിങ്ങൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിട്ടോ. അപ്പം നമ്മളിത് മിക്സിയിൽ ഇട്ടിക്കണം കേട്ടോ ഗൈസ്. ഇതൊന്ന് ഞാൻ അരച്ചെടുക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ്, ഇത് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടോ ഗൈസ്. ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട്. ഇത് ഒരു സ്ഥലത്ത് നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മളിവിടെ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഏകദേശം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ഞാൻ നിന്നിട്ടുണ്ട്. അതിക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. പോട്ട് ഗ്യാസ്മേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ പൊരി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. തീ കത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒണിയനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കളറ് മാറുന്ന വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എടുക്കാനൊന്നും മറന്നുപോയി, ഒന്ന് ക്ഷമിച്ച് തന്നെ കേട്ടോ. ആ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു കളറായി വരുമ്പോ നമുക്ക് അതിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തെ അവിടെ ചോറ് തിളക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മെസ് ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ട്. അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്നും കൂടി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ചപ്പ്, പൊതിഞ്ഞ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചിലതൊക്കെ നമ്മളിവിടെ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ മെസ്സിനോട് ചോദിക്കുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി മിക്സ് ആക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചെടുക്കട്ടെ. അത് ഫുള്ളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് പൊടിച്ചിട്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കട്ടോ. ഗൈസ്, ഇത് ബിരിയാണി കഞ്ഞി ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിനി. അപ്പം വെള്ളം കുറച്ച് കൂടിപ്പോയി. ബിരിയാണി കഞ്ഞി ആവാൻ സാധ്യത കൂടുതലാണ്. എന്താവും നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഈ ചോറ് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. ദീക്ക് പിന്നെ മെച്ച എന്തൊക്കെയോ ചണ്ടിയും ചവറും ഇട്ടിട്ട് അതെന്തായാലും നമുക്ക് ദീക്ക് ഇട്ട് കൊടുക്കാം. തിന്നാൻ പറ്റിയത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ധൈര്യത്തോടെ ഇട്ട് കൊടുക്കാം. ഫുള്ള് പാകത്ത് നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കട്ടോ. അണ്ടിപ്പരിപ്പില്ല, നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടോ കേട്ടോ. കാരണം ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല.
ഇനി ഇതിക്ക് ബിരിയാണിക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കട്ടോ. ഇതാണ് നമ്മുടെ ബിരിയാണി. ഇനി തിന്നുമ്പോ എന്താ നോക്കാം. അപ്പൊ ഗൈസ് നമ്മളിന്ന് പൊരിക്കടി ഒന്നും ഉണ്ടാക്കിയില്ല, ഫ്രൂട്ട്സ് തന്നെ ഉള്ളു ഗൈസ്. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ആക്കാൻ വിചാരിച്ച് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാട്ടോ. വാങ്ങി കൊടുക്കണ്ടേ. നമ്മൾ നോമ്പ് പറഞ്ഞതിന് ശേഷം നമ്മള് ചോറ് തിന്നാട്ടോ ഗൈസ്. ബിരിയാണി നമുക്കൊന്ന് തിന്നോക്കാം.